ഹലോ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വൈകുന്നേരത്തെ ചായക്ക് ഉള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ചായ കുടിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. വൈകിട്ടത്തെ ചായക്കുള്ള പരിപാടികൾ നോക്കുകയാണ്. അപ്പോൾ ചായക്ക് വേണ്ടിയിട്ട് പാലെടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന്. പിന്നെ അത്യാവശ്യം വൈകുന്നേരത്തേക്ക് വേണ്ട കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനത് ചായ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഉച്ചയ്ക്ക് എന്തായാലും സുഖമായിട്ടൊന്ന് ഉറങ്ങി കുറച്ച് നേരം. അപ്പോൾ എന്നും ഉറക്കം പതിവൊന്നുമില്ല കേട്ടോ. മാക്സിമം കുറച്ച് വരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് പക്ഷെ അറിയാതെ ഭയങ്കര ഒരു ക്ഷീണം തോന്നിയപ്പോൾ കിടന്ന് ഉറങ്ങിപ്പോയതാണ് കേട്ടോ. അങ്ങനെ എന്തായാലും ചായ വയ്ക്കാൻ വേണ്ടി അടുപ്പത്ത് പാലൊക്കെ വെച്ചു. പാൽ വെച്ചിട്ട് ഞാൻ പഞ്ചസാരയും കിട്ടുന്ന തിളപ്പിച്ചെടുത്ത് ചായപ്പൊടിയൊക്കെ ഇട്ട് ഓൾറെഡി വെക്കും. പിന്നെ ചിലപ്പോൾ ഇഞ്ചി ഉണ്ടെങ്കിൽ ഇഞ്ചി ചേർക്കും, ഇല്ലെങ്കിൽ ഏലക്കായ അതെന്തായാലും ചേർക്കാറുണ്ട് കേട്ടോ. മാക്സിമം ഞാൻ മറന്നു പോകാറില്ല. മറന്നാൽ മാത്രമുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ഏലക്കപ്പൊടി എപ്പോഴും ചേർക്കുന്നതാണ്. പൊടിയില്ല, അപ്പോൾ ഏലക്ക ഒന്നിലേക്ക് കുത്തിയിട്ട് ചേർക്കും, അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ട് പൊട്ടിച്ചെടുത്തിട്ട് ചേർക്കും, അങ്ങനെ പൊളിച്ചിട്ട് ചേർക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. എന്തായാലും ചേർക്കും ഏലക്ക. വെറും ചായ കുടിക്കാൻ ഇപ്പോൾ എനിക്ക് കുറേ ആയിട്ട് ഇഷ്ടമല്ല കേട്ടോ, നമ്മളിവിടെ വന്ന ശേഷം. കാരണം അതിവിടെ മസാല ചായകൾ അങ്ങനത്തെ ചായകളൊക്കെ കുടിച്ച് ശീലമായതുകൊണ്ടേ. പിന്നെ വൈകുന്നേരം കുറേ പരിപാടികളുണ്ട്. സത്യം പറഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത പരിപാടിയാണ്. എന്താ വെച്ചാൽ നമ്മൾ പിന്നീട് വ്ളോഗിൽ എന്താ പറയുക, നമ്മൾ ഡബ് ചെയ്യുമ്പം നമുക്കറിയാമല്ലോ. അപ്പം അതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ. നോർമലി ഈ ടൈമിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ സൺഡേ നമ്മൾ ബറോഡയിൽ നിന്ന് വന്നതിൻ്റെ പിറ്റേ ദിവസം, അപ്പോൾ സാറ്റർഡേ രാത്രി നമ്മൾ ബറോഡയിൽ നിന്ന് വന്നത്, സൺഡേ ആണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ഇന്നിപ്പോൾ എവിടെയും പോകാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിവിടെ ബറോഡയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് വന്ന ശേഷം എവിടെയും ഞങ്ങൾ പോകാറുണ്ടായിരുന്നില്ല കേട്ടോ. അഹമ്മദാബാദ് ടു ബറോഡ, ബറോഡ ടു അഹമ്മദാബാദ് സാധനങ്ങൾ പോലും ഓൺലൈനിലാണ് മേടിക്കാറുള്ളത്. അത് നമ്മുടെ വ്ളോഗ് സ്ഥിരമായി കാണുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് പ്ലാനൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് വന്ന പ്ലാനാണ് കേട്ടോ, അത് വഴിയെ പറയാം. അപ്പോൾ ഇതാ ഞാൻ ചായയൊക്കെ നന്നായിട്ട് ഏലക്കയൊക്കെ ഇട്ട് തിളപ്പിച്ചെടുത്ത ചായ നമ്മളൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ എന്താ ആറ്റിയ ശേഷം ഒന്ന് ജസ്റ്റ് ആറ്റുന്ന എന്തിനാണെന്ന് വെച്ചാൽ മുകളിലൊരു പാട വന്ന് നിൽക്കില്ല, അതെനിക്കിഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് അതൊന്ന് ആറ്റിയെടുത്ത ശേഷം എനിക്ക് തോന്നുന്നു ആദ്യക്കുട്ടനും കൂടെ ചായ കുടിച്ചിട്ടുണ്ടെന്നാണ് കേട്ടോ എൻ്റെ വിശ്വാസം. കുടിക്കാനല്ല, അവന് ബിസ്ക്കറ്റ് മുക്കി കഴിക്കാൻ വേണ്ടിയിട്ടാണ്, അതാണ് സത്യം. അപ്പോൾ അങ്ങനെ എന്നിട്ട് നമ്മളതൊക്കെ ഒന്ന് ആറ്റിയെടുത്ത് ഗ്ലാസ്സുകളിലേക്ക് ഒന്ന് പകർത്തി, പിന്നെ ബിസ്ക്കറ്റും കൂടെ ചേർത്തിട്ട്, ചേട്ടൻ എപ്പോഴും ഈ പറഞ്ഞ ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ആയാലും വൈകിട്ടായാലും ആൾക്ക് ബിസ്ക്കറ്റ് ഭയങ്കര പ്രാന്താട്ടോ. ഇന്നപ്പോൾ ഇല്ല, നമ്മൾ ചായ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളിന്ന് ആദ്യക്കുട്ടനും ചായ ഇല്ല, അതുപോലെ തന്നെ ആ ബിസ്ക്കറ്റും ഇല്ലായിരുന്നു കേട്ടോ. സോറി, എനിക്ക് ഓർമ്മയില്ല. അതിന് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങാണ്ട് ബിസ്ക്കറ്റ് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു തോന്നുന്നു കേട്ടോ ചേട്ടൻ ആദ്യയോട്. അങ്ങനെ എന്താ ഉണ്ടാക്കിയൊക്കെയോ സംഭവങ്ങളായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല, കുറച്ച് ദിവസമായി ഇപ്പോൾ. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ചായയൊക്കെ ഇരുന്ന് എന്തൊക്കെയോ കഥയൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. ഇടയ്ക്ക് പിന്നെ ചേട്ടൻ വന്ന സ്ഥിരം ഇപ്പോൾ കുറച്ചിടച്ച് ചെയ്യാറുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മി വീഡിയോ കോൾ ചെയ്യും. നമ്മുടെ ചെറുതുണ്ടല്ലോ ഇവിടെ, അപ്പോൾ അതുകൊണ്ട് ഓൾമോസ്റ്റ് മമ്മി വീഡിയോ കോൾ ചെയ്യും കേട്ടോ. അപ്പോൾ ചുമ്മാ ആദ്യക്കുട്ടനെ ഞാൻ വിളിച്ചേട്ടാ. ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഞാൻ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. കഴിഞ്ഞ 2 ദിവസത്തെ വീഡിയോ ഉണ്ട്, അതൊന്ന് എഡിറ്റ് ചെയ്തിടണം. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി പണികളിലേക്ക് വൈകുന്നേരത്തെ. അപ്പോൾ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ഒരേ ഫോണിലായതുകൊണ്ടേ എടുക്കാൻ പറ്റത്തില്ല ഇപ്പം വീഡിയോ. അപ്പോൾ ചായ വീഡിയോ കഴിഞ്ഞു. ഇനി വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത ശേഷം ബാക്കി വൈകുന്നേരത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ. അങ്ങനെ വീഡിയോ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം കുറച്ച് നമ്മളെ ചായ ഒഴിച്ച പാത്രവും അത് കൊണ്ടുപോയ പ്ലേറ്റ്, ഗ്ലാസ് അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കൈയോടെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കൈയോടെ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. അതിനുശേഷം നെക്സ്റ്റ് നമ്മൾ നമ്മുടെ അടുത്ത രാത്രി ഡിന്നറിൻ്റെ പരിപാടിക്ക് കാര്യങ്ങൾ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് രാത്രി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, അങ്ങനെ രാത്രിയുടെ ഫുഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നൂൽപുട്ടും, അതായത് ഇടിയപ്പം, അതും മുട്ടക്കറിയുമാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ കോമ്പിനേഷൻ അജൂട്ടിന് ഇഷ്ടമായതുകൊണ്ട് തന്നെ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ രാവിലത്തേക്കും എന്താണെന്ന് വെച്ചാൽ നമുക്ക് രാവിലത്തേക്കും സൗകര്യമായല്ലോ, ബ്രേക്ക്ഫാസ്റ്റിന് മാവ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തേക്ക് ഉണ്ടാക്കാമല്ലോ എന്നൊരു വിചാരത്തിൽ. അങ്ങനെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ നല്ല നൈസായിട്ടുള്ള പൊടി എടുത്തിട്ടുണ്ട്. ആ പൊടി ഈ പറഞ്ഞ പോലെ 2 കപ്പ് 250 ഗ്രാമിൻ്റെ കപ്പിൽ 2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ അരേശ കപ്പ്, അതായത് 250 ഗ്രാമിൻ്റെ അതേ കപ്പിൽ 1 കപ്പ് വെള്ളം എന്ന് പറയാം ആദ്യം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു അര കപ്പോട് നമ്മൾ 1 കപ്പോട് ഒഴിച്ച് വെച്ചിട്ട് അതിൽ കുറേശ്ശെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനെടുത്ത് ഇത്തിരി ലൂസായത് കാരണം നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും നിങ്ങൾ എടുക്കണ്ട. 1 കപ്പും പ്ലസ് 2ാമത്തെ കപ്പ് നിങ്ങൾ നോക്കിയിട്ട് ആ കൺസിസ്റ്റൻസി നോട്ട് ഒരുപാട് വെള്ളമാവാത്ത രീതിയിൽ ഒരു ഇഡ്ഡലിയുടെയൊക്കെ ഒരു തിക്നെസ്സിൻ്റെ രീതിയിൽ നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത്. ഞാൻ എടുത്തത് ഇപ്പം ഓൾറെഡി
ഇച്ചിരി കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കിണ്ടി എടുക്കുമ്പോൾ കിട്ടും. പക്ഷെ നമ്മളത് വീണ്ടും നമ്മൾ എന്താ പറയുക, ഇടിയപ്പം ആക്കി എടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ചിലപ്പോൾ സോഫ്റ്റ് ആവും, ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് കേട്ടോ. അപ്പം ഞാൻ അത് അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കണ്ടിന്യൂസ്ലി ഇളക്കണം കേട്ടോ. അത് വലിയൊരു പണിയാണ്. കൈവിടാതെ കണ്ടിന്യൂസ്ലി നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നാൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപുട്ട് നമുക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇടിയപ്പം കിട്ടുള്ളൂ. അപ്പോൾ കുറേയൊക്കെ ഞാൻ ഇളക്കി ഇതുപോലെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. കട്ട കുത്താൻ പാടില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിനിടയ്ക്ക് എനിക്ക് കൈ വെച്ച് ഭയങ്കര വേദന എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അജോട്ടിനോട് പറഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ, ലാസ്റ്റത്തെ ഒരു 2 മിനിറ്റ് അജോട്ടിനും കൂടെ ഇളക്കിച്ചിട്ടുണ്ട്. അത് ഫാൻ്റെ അടി കൊണ്ട് തണുക്കാൻ വെച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞാൻ വേഗം മുട്ട വേവാൻ വെച്ചു കേട്ടോ. അപ്പോഴാണ് അജോട്ടൻ പറഞ്ഞത് നമുക്കൊന്ന് വെളിയിൽ പോയിട്ട് വരാം, കുറച്ച് ഞങ്ങൾക്ക് മിനറൽ വാട്ടറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കുടിക്കാൻ. അപ്പോൾ നമ്മൾ ജഗ്ഗാണ് വാങ്ങിക്കുന്ന, ആരോ ഒന്നും ഇല്ലാത്ത കാരണം. അങ്ങനെ ഇന്ന് ജഗ്ഗിൻ്റെ കടയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വെളിയിൽ നിന്ന് ഓർഡർ ചെയ്യാൻ നോക്കിയിട്ട് ഓർഡറും പ്ലേസ് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്കൊന്ന് വെളിയിലും പോയിട്ട് വരാം. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നമുക്ക് പാനിപ്പൂരി അങ്ങനെ എന്തെങ്കിലും കഴിക്കാടിയും എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ നൂൽപുട്ട് നാളത്തേക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തായാലും നൂൽപുട്ടിൻ്റെ മാവ് നമ്മൾ ഫാൻ്റെ അടി വെച്ചിട്ട് തണുക്കാൻ വെച്ച് പിന്നെ പോകുമ്പോൾ അടച്ച് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ വേഗം ഡ്രസ്സൊക്കെ മാറി ഒരു ക്രീമൊക്കെ എടുത്തിട്ട് തലയൊക്കെ വാരിക്കിട്ട് എങ്ങനെയൊക്കെയോ ഒപ്പിച്ചെടുത്തു. എണ്ണ തേച്ചത് കാരണം മുഖമൊക്കെ ഭയങ്കരമായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുഖമൊക്കെ എൻ്റെ പൊതുവത്തെ മുഖത്ത് എണ്ണ തേക്കുമ്പോണ്ടല്ലോ തലയിൽ എണ്ണ തേക്കുമ്പോൾ മുഖം വല്ലാണ്ട് ഇരുണ്ട പോലെ ഫീൽ ചെയ്യും കേട്ടോ എനിക്കെപ്പോഴും. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് വേഗം നമ്മൾ തലയൊക്കെ കെട്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ക്രീം തപ്പി അവസാനം എടുത്ത ക്രീമിൽ ക്രീം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വേഗം സൺസ്ക്രീൻ എടുത്തിട്ട് രാത്രി ആയതുകൊണ്ട് മോയ്സ്ചറൈസർ നോക്കി അത് കിട്ടിയില്ല, കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പുതിയത് എവിടെയാണെന്ന് അറിയില്ല. പിന്നെ വേഗം സൺസ്ക്രീൻ എടുത്തിട്ടു, ലിപ്സ്റ്റിക്കൊക്കെ എടുത്ത് വെറുതെ ലൈറ്റായിട്ടൊന്ന് ഇട്ടു. പക്ഷേ ഇട്ടപ്പോൾ ഇച്ചിരി കൂടിപ്പോയത് തോന്നി. നെക്സ്റ്റ് പൊട്ട് തപ്പാൻ പോയതാണ്. പൊട്ടും സിന്ദൂരവും എൻ്റെ കബോർഡിൽ പോയിട്ട് വേഗം ഒപ്പിച്ച് അതൊക്കെ എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേഗം അടുക്കളയിൽ വന്നു. എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, കണ്ണടി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ലിപ്സ്റ്റിക്ക് ഭയങ്കരമായിട്ട് ഓവറായിട്ട് ഡാർക്ക് ഷെയ്ഡായിട്ട് എനിക്ക് ഫീൽ ചെയ്യണു എന്നുള്ളത് കേട്ടോ. നിങ്ങൾക്കതിൽ തോന്നുന്നില്ല എന്ന് തോന്നുന്നു, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് നേരിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം പോയിട്ട്, എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഓൾറെഡി മുഖം ഇരുണ്ട പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഒരു ടിഷ്യൂ എടുത്തിട്ട് ഒന്ന് ചുണ്ട് വെച്ച് ടിഷ്യൂലൊരു വെച്ചെടുത്തു. അപ്പം നമുക്കതൊന്ന് ഏകദേശമൊക്കെ ഒന്ന് മാറിക്കിട്ടി. പിന്നെ ചുറ്റും ഇച്ചിരി സ്പ്രെഡായതൊക്കെ ഞാൻ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മാമ-എർത്തിൻ്റെ ലിപ്സ്റ്റിക്കായിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ശരിയെന്ന് പറഞ്ഞിട്ട് വേഗം ഞാൻ താഴെ ഇറങ്ങി. പിന്നെ ആദ്യക്കൂട്ടനാണ് പുറകിൽ ഇറങ്ങി വന്നത്. അങ്ങനെ നമ്മൾ വേഗം അജുട്ടൻ താഴെ ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ വേഗം റെഡിയായി ഞങ്ങളിതേ ഇറങ്ങി കേട്ടോ. ഇതൊക്കെ ഏകദേശം നമ്മുടെ അഹമ്മദാബാദിൽ നമ്മുടെ ഏരിയയിൽ തൽത്തേജ് ഏരിയയിലത്തെ കുറച്ച് പോഷായിട്ടുള്ള ഏരിയകളാട്ടോ ഇതൊക്കെ. നല്ല രസമുണ്ട്. പിന്നെ ലൈറ്റിംഗ് എന്ന് പറയുന്നത് പണ്ടേ എനിക്കൊരു വീക്ക്നെസ്സാണ്, ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് അല്ലെങ്കിൽ ലൈറ്റുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കും കേട്ടോ. എന്നെപ്പോലെ അങ്ങനത്തെ ലൈറ്റ് പ്രാന്തുള്ളവരും ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ വീഡിയോൻ്റെ താഴെ. പിന്നെ നമ്മൾ പോകുമ്പോഴേ കുതിരയിൽ കുട്ടികൾ റൈഡിന് പോകുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഗണപതിയുടെ സീസണല്ലേ, അപ്പോൾ ഇഷ്ടംപോലെ ഗണപതിയുടെ മൂർത്തികളും കാര്യങ്ങളൊക്കെ വഴിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു ഗണപതികൾ, സൊസൈറ്റിയിൽ വയ്ക്കുന്ന വലിയ വലിയ ഗണപതികൾ, അങ്ങനെ ഒരുപാട് ഗണപതിയുടെ മൂർത്തികളുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടിട്ട് നമുക്ക് ഭയങ്കര ആഗ്രഹം തോന്നുമായിരുന്നു. നമ്മൾ മുമ്പ് വയ്ക്കാറുണ്ടായിരുന്നു വീട്ടിൽ, പക്ഷേ ഇപ്പോൾ 2 വർഷം കൊണ്ട് വെക്കണില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈ കടയിൽ നിർത്തിയിട്ട് ഇതിൽ കണ്ടോ എല്ലാവരും ഉണ്ട്. ശിവനുണ്ട്, അതുപോലെ തന്നെ ശ്രീരാമനുണ്ട്, ഹനുമാനുണ്ട്, ഗണപതിയുണ്ട്, എല്ലാവരുടെയും കൂടെ. അപ്പം നമ്മളവിടെ നിർത്തിയിട്ട് വെറുതെ ഒന്ന് ഉള്ളിൽ കയറി അവിടുത്തെ ഉള്ള ഫോട്ടോസൊക്കെ മൂർത്തികളൊക്കെ നമ്മൾ വീഡിയോ ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ വീഡിയോയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പതുക്കെ നൈസായിട്ട് അവിടെ നിന്ന് നമ്മൾ സ്കൂട്ടായിട്ടുണ്ട്. പിന്നെ നമ്മളവിടെ നിന്ന് പോയത്, പിന്നെ നമ്മൾ പോകെ നമ്മുടെ പാനിപ്പൂരിയുടെ പ്ലാനൊക്കെ ചേഞ്ചായി. പിന്നെ അജുവിൻ്റെ ബർത്ത്ഡേ സമയത്ത് ഒരു ഷോപ്പിൽ പോയിട്ട് നമ്മൾ പനീർ ടിക്കയോ അങ്ങനെ എന്തൊക്കെയോ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെറൈറ്റി പനീർ ഐറ്റംസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അജുവിന് ഭയങ്കര ആഗ്രഹം അത് കഴിക്കാൻ. അങ്ങനെ പിന്നെ നമ്മൾ എന്തായാലും ഇവിടെ വരെ വന്നല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു മലയാളിയുടെ കട തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്തോ ഒരു സമൂസ കേട്ടോ, തിൻ പിസ്സ, എന്തോ ഒരു പിസ്സ പറഞ്ഞു കേട്ടോ. പക്ഷെ നല്ല അടിപൊളിയായിട്ടായിരുന്നു സാധനം. അപ്പോൾ ഞങ്ങൾ എന്തായാലും അത് വാങ്ങിച്ചു. പിന്നെ 2 ടൈപ്പ് ഓഫ് പനീർ ടിക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് നമ്മളതൊക്കെ കഴിച്ചു. ഞാനും കൂടുതൽ കഴിച്ചില്ല, കാരണം പനീറാണ്, പ്രോട്ടീൻ്റെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കഴിച്ചില്ല അധികം. എണ്ണയും കൂടുതലാണ്, ഭയങ്കര കുറവാണ് ഇതിനകത്ത്. നല്ല അടിപൊളി സോഫ്റ്റ് പനീറും കൂടെ ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇവിടെയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആർക്കെങ്കിലും സ്ഥലം വേണമെങ്കിൽ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ എനിക്കത്ര ഓർമ്മയില്ല, അതുകൊണ്ടാണ്. കുറേ സ്ഥലങ്ങളിലുണ്ട്. പിന്നെ അപ്പോൾ ആദ്യക്കൂട്ടൻ കാറ്റിൽ മലന്ന് കിടന്ന് റെസ്റ്റ് എടുക്കുമായിരുന്നു. നമ്മളെന്താ തരുന്നോണ്ടിരിക്കുന്നത്? ഇതൊരൊറ്റ അടിച്ചുണ്ടല്ലോ. കടയിൽ എന്താ തരുന്നോണ്ടിരിക്കണേന്ന്? വെള്ളം. അത് നോക്കി പറ, എന്നെ നോക്കിയിട്ടല്ല. എന്തിനാ വെള്ളം? കുടിക്കാൻ. ആർക്ക് കുടിക്കാൻ? നമ്മളെല്ലാം കുടിക്കും. വിചാരിച്ച വന്ന ശശിയായിട്ട് വെള്ളം കിട്ടിയില്ലെന്ന് തോന്നുന്നു. പെട്ട് നാളെ നീ കുടിക്കണ്ട. എനിക്ക് സ്കൂളിൽ പോയി വെള്ളം കിട്ടൂലല്ലോ. എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കുടിക്കും. ഞാൻ
അങ്ങനെ നമ്മൾ മെയിൻ ഏരിയയിൽ നിന്നൊക്കെ വിട്ട് വന്നപ്പോഴാണ് വെള്ളത്തിൻ്റെ കാര്യം ഓർമ്മ വന്നിട്ട് എനിക്ക് ഓർമ്മ ഒന്ന് ഓർമ്മിപ്പിച്ചപ്പോഴാണ് ആൾ പറഞ്ഞ നേരത്തെ പറയേണ്ടതെന്ന്. കുറേ കടകൾ ഞങ്ങൾ കറങ്ങിയിട്ടൊക്കെ നോക്കിയിട്ട് വന്നു, എവിടെയും വെള്ളം കിട്ടിയില്ല കേട്ടോ. അവസാനം വെച്ചിട്ട് പറഞ്ഞാൽ ഒന്നുകൂടെ ഓർഡർ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ രാവിലെ ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നു കേട്ടോ. അങ്ങനെ വീടൊക്കെ എത്തി. അങ്ങനെ കറങ്ങി വരുമ്പോൾ പൊതുവേ നമുക്ക് അങ്ങനെയാണല്ലോ, എപ്പോഴും ഭയങ്കര ക്ഷീണമായിരിക്കില്ല എല്ലാവർക്കും. അതുപോലെ തന്നെയാണ് ഞാനും. പോകുന്നതിന് മുന്നേ എത്ര വേണമെങ്കിലും നമുക്ക് പണികൾ തീർക്കാം, പക്ഷെ പോയി വന്ന ശേഷം പിന്നെ പണി ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ഒത്തിരി സമയമായിട്ടാണ് നമ്മൾ വീടെത്തുമ്പോൾ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ എന്താ പറയുക, വീടെത്തി. അതിന് ശേഷം പിന്നെ കതവൊക്കെ തുറന്ന് കയറി കിടക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ സത്യം പറഞ്ഞാൽ കിടക്കാനുള്ള തയ്യാറെടുപ്പ് ചെയ്തു എന്നല്ല, കിടന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ചെരുപ്പൊക്കെ ബാൽക്കണി കൊണ്ടുവച്ച്, അതുപോലെ തന്നെ ബാക്കി നമ്മൾ അത്യാവശ്യം വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നൂൽപുട്ടിൻ്റെ മാവ് കാര്യങ്ങളൊക്കെ പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചു. അങ്ങനെ വീടെത്തി. ഇനി അല്ലറ ചില്ലറ കുറച്ച് പണികളുണ്ട്. നമ്മുടെ കാണിച്ചു തരാം, വഴി കാണിച്ചു തരാം. അതേപ്പോഴും ഡ്രസ്സ് മാറട്ടെ. അങ്ങനെ ഡ്രസ്സൊക്കെ നമ്മൾ മാറി വന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് പിന്നെ നമ്മൾ നമ്മുടെ ഓരോ കാര്യങ്ങളായിട്ട് ഫ്രിഡ്ജിലേക്ക് ഇടുന്ന സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെക്കുക, അത്തരം സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തു കേട്ടോ. അപ്പോൾ അജുവേട്ടൻ പറഞ്ഞു, ഞാൻ ഉള്ളിയും കൂടെ മുറിച്ച് വയ്ക്കാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ അജുവേട്ടൻ പറഞ്ഞു, വേണ്ട, രാവിലെ മുട്ടക്കറി ഞാൻ ഉണ്ടാക്കാം, നീ എന്നെ നേരത്തെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ആദ്യം പറഞ്ഞു പറ്റത്തില്ല അജുവേട്ടൻ, എനിക്ക് വിശ്വാസമില്ലെന്നൊക്കെ. പിന്നെ എന്നോട് പറഞ്ഞു, ഉറപ്പായിട്ടും പ്രോമിസായിട്ടും ഞാൻ ചെയ്യാം, എനിക്ക് നേരത്തെ എഴുന്നേറ്റ് ഇനി ശീലിക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ശരി, ആളുടെ പറച്ചിൽ കേട്ടപ്പോൾ ഞാൻ ഓർത്തു സീരിയസ് ആയിട്ടാണ് ആൾ സീരിയസ് ആയിരുന്നു, ഇല്ലയെന്നല്ല, പക്ഷേ ആൾ എന്താ പറയുക, കേൾക്കും എന്നൊരു വിശ്വാസമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പം ഞാൻ ശരി, ആ ഒരു വിശ്വാസത്തിൽ ഞാനും മാവ് മാത്രം ആദ്യം കുറച്ചൊക്കെ ഉരുട്ടിയിടാൻ നോക്കിയ പാത്രത്തിൽ. പിന്നെ തണുത്തപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഹാർഡായത് കാരണം ഞാൻ എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ചൂടോടെ നമ്മൾ കുഴച്ച് വെക്കണമായിരുന്നു. അപ്പോൾ എനിക്കറിയില്ലല്ലോ, അപ്പം തന്നെ ഉണ്ടാക്കാനൊരു പ്ലാനായിരുന്നു. പിന്നെ ചൂടുണ്ടായിരുന്നു നല്ലോണം, അപ്പോൾ പുറത്ത് പോകുന്ന പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോവുകയും ചെയ്തല്ലോ. ഞാൻ വെച്ചു ഇനി എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് വേഗം കൈ കൊണ്ട് കുറച്ചൊക്കെ കുഴച്ചു. പിന്നെ എല്ലാം കൂടെ കുത്തിക്കയറ്റി അങ്ങോട്ട് വെച്ചിട്ട് മതിയെന്ന് വെച്ചിട്ട് കിടക്കാൻ പോയി കേട്ടോ. പിന്നെ എന്ത് സംഭവിച്ചു പിറ്റേ ദിവസം കാലത്ത് അജുവേട്ടനെ ഹെൽപ്പ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ കണ്ടാൽ മനസ്സിലാവും എന്താ സംഭവിച്ചതെന്നുള്ളത്. അങ്ങനെ ഞാൻ വേഗം മാവൊക്കെ എടുത്ത് അങ്ങനെ വെച്ചു. ഇതിനിടയിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി കേട്ടോ. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ. അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ അമർത്താൻ കൂടെ മറന്നു പോരുത്. ഇതൊക്കെ ചെയ്താൽ മാത്രമേ നിങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ചെറിയ ചെറിയ ടിപ്സ് കിട്ടുകയാണെങ്കിൽ അവർക്കും ഒരു ഹെൽപ്പാവും, നിങ്ങൾക്കും ഒരു സന്തോഷം, എനിക്കും ഒരു സന്തോഷം. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിന് ഇതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരും മടി വിചാരിക്കരുത്. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഒരു സ്മൈലിയെങ്കിലും കമൻറ്റ് ഇടുക കേട്ടോ. കമൻറ്റ് ഇടുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ അമർത്തുന്ന കാര്യം ഒന്നും മറന്നു പോകരുത് കേട്ടോ. അങ്ങനെ ഒരുവിധം ഞാൻ നമ്മുടെ എന്താ പറയുക നൂൽപുട്ടിൻ്റെ സംഭവങ്ങളെല്ലാം കൂടെ നമ്മൾ ഒരു ഡബ്ബയ്ക്കകത്താക്കി. സത്യം പറഞ്ഞാൽ കൊള്ളുന്നുണ്ടായിരുന്നില്ല, പക്ഷെ അമർത്തി കുത്തി കയറ്റി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ അതൊന്നും എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ ഇതിൽ എനിക്ക് ഒരു അഭിപ്രായം കൂടെ ഉണ്ട് കേട്ടോ. അത് നമ്മളെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ എന്തായാലും ഒന്നുകൂടെ ഞാൻ പറയാം. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ ഉടനെ അതെടുത്ത് ഉണ്ടാക്കരുത് കേട്ടോ. അപ്പോൾ ഭയങ്കര പാടായിരിക്കും നമുക്ക് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അത് എപ്പോഴും കുറച്ച് നേരത്തെ മുമ്പ് 1 മണിക്കൂർ മുമ്പെങ്കിലും എടുത്ത് വെളി വെച്ച ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അതെനിക്ക് പറ്റിയ അബദ്ധം കൊണ്ടാണ് ഞാൻ നിങ്ങളോടും പറയണത്. അത് ഡീറ്റെയിൽഡായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അത് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കാണിച്ചുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇങ്ങനെ ചെറിയ ടിപ്സുകൾ, ഒരുപാട് വലിയൊരു ടിപ്സുകളൊന്നും അല്ലെങ്കിലും കുഞ്ഞു സ്റ്റാർട്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക്, അതായത് പാചകത്തിലും ഒക്കെ സ്റ്റാർട്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ കുഞ്ഞു ടിപ്സൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ കുക്കിംഗ് മാത്രമല്ല, ലൈഫ് സ്റ്റാർട്ട് ചെയ്ത ആളുകൾക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ചെറിയ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ബോട്ടിലിൽ വെള്ളം മാത്രം നിറച്ചു കുപ്പിയിൽ. കാരണം എന്താ വെച്ചാൽ കുടിക്കാൻ രാത്രി വെള്ളം വേണം, വേറെ ഒട്ടും ഉണ്ടായിരുന്നില്ല. അടിയത്തെ വെള്ളം ഞാൻ ഊറ്റിയെടുത്താണ് ഞാൻ ഒഴിച്ച് നിറച്ചിട്ട് പോയത് കേട്ടോ. അങ്ങനെ പോയിട്ട് റൂമിലേക്ക് കൊണ്ടുപോയി. റൂമിൽ പോയിട്ട് നമ്മൾ കിടക്കാമെന്നൊക്കെ പറഞ്ഞ് കിടന്നപ്പോഴാണ് ആദ്യം എന്നോട് പറയണത്, അമ്മ അച്ഛൻ ഇങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ട് വെള്ളമൊക്കെ, അപ്പോൾ അത് വരും, അപ്പോൾ എന്താണ് എമൗണ്ട് എന്തോ കുറവായിരുന്നു, ഇല്ലെങ്കിൽ ഡെലിവറി ചാർജസ് എക്സ്ട്രാ കൊടുക്കണം, അതുകൊണ്ട് വെള്ളം പ്ലസ് ഐസ്ക്രീമും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്തായാലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി കിടന്നു കേട്ടോ. അതിനുശേഷം അവർ വന്ന് ബെല്ലടിച്ചു. പിന്നെ വെള്ളം വന്നപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് അതൊക്കെ പൊട്ടിച്ച് വെള്ളമൊക്കെ കണ്ടു. മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽസ് ആയിരുന്നു. അതൊക്കെ അടുക്കളയിൽ കൊണ്ടുവച്ചു. തണുപ്പുള്ളതുകൊണ്ട് വാഷ് ബേസിൻ്റെ ഏരിയയിൽ കൊണ്ടുവച്ചു കേട്ടോ. വെള്ളം വരുന്നതുകൊണ്ട് തന്നെ ഇന്ന്. അപ്പോൾ അത് ഐസ്ക്രീം 3 വാങ്ങിച്ചിട്ടുണ്ടായതിനകത്ത് ഫുള്ള് പൊട്ടിയിട്ട് മൊത്തം ലീക്കായിരുന്നു. അങ്ങനെ അജുവേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് ആൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പകുതി ഉറങ്ങിക്കഴിഞ്ഞു. എഴുന്നേറ്റ് ആൾക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളടുത്ത് കഴിച്ചോളാൻ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടി കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആൾ കംപ്ലയിൻറ്റ് വിട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ പൊട്ടിയതിൻ്റെ റീഫണ്ടും കിട്ടി നമുക്ക്. അങ്ങനെ ഒരുവിധം നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിനി കിടക്കാൻ പോവാണ് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്. നമ്മുടെ ചാനൽ ഇഷ്ടമായില്ലെങ്കിൽ, വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും